അമേരിക്ക ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കും എന്നുള്ള ഒരു വലിയ വാർത്ത തന്നെയാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. ഇതിൻ്റെ ഒരു കാരണമുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് ഇറാന് നൽകിയിരുന്നു, 2 മാസത്തെ സമയം നൽകിയിരുന്നു. അതിൽ 2 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. ഒന്ന്, ഹൂത്തി വിമതരെ സഹായിക്കുന്നത് ഉടനടി നിർത്തണം. രണ്ടാമത്തെ, ആണവ കരാറിൽ ഒപ്പുവെക്കണം. ഇത് രണ്ടുമല്ല എങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം താം അധികാരമേറ്റുടൻ തന്നെ നൽകുകയുണ്ടായി എന്നാണ്. കാരണം ട്രംപ് ഏറ്റവും കൂടുതൽ ഇറാനെ ഭയക്കുന്നുണ്ട്, തന്നെ അവർ കൊലപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നൊക്കെയുള്ള ഭയം ട്രംപിന് വ്യക്തിപരമായി തന്നെ ഉള്ളതായിട്ട് ചില വാർത്തകളും വരുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രയേലിനോട് ഈ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള ഒരു അനുമതിയും അമേരിക്ക നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ 110 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയും 11,100 കിലോമീറ്റർ ദൂരപരിധിയുമുള്ള B-2 എന്ന് പറയുന്ന ആണവശേഷി വഹിക്കുന്ന വിമാനങ്ങൾ, അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ വർഷിക്കാൻ ശേഷിയുള്ള വിമാനങ്ങൾ ബ്രിട്ടീഷ് ഡിഗോർഡിസിയിൽ ഇപ്പോൾ അമേരിക്ക വിന്യസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം അമേരിക്കയുടെ മുന്നറിയിപ്പ് അവസാനിക്കാൻ ഇനി കേവലം 5 ആഴ്ച മാത്രമാണ്. അതിൽ ഇതിനിടയിൽ ഒമാൻ വഴി ഇറാൻ ചില നീക്കങ്ങൾ അമേരിക്കയുമായി നടത്തുന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്ത് തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയത് എന്നറിയില്ല. ഇതിനിടയിൽ അമേരിക്ക ബലപ്രയോഗത്തിലൂടെ തങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ തങ്ങൾ പോകില്ല എന്നും തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും പറയുന്നു. ഏതായാലും ഒരു യുദ്ധമുഖത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് ആ രാജ്യങ്ങളുടെ തലവന്മാർ നൽകിയിരുന്നു. 72 ദിവസത്തെയെങ്കിലും കുറഞ്ഞ ഭക്ഷണം ഉൾപ്പെടെ കരുതിക്കൊണ്ട് സേഫായ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരും, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ആണവ ആയുധങ്ങൾ വർഷിക്കാൻ ശേഷിയുള്ള B-2 പോലുള്ള വിമാനങ്ങൾ ഇറാന്റെ 2,200 കിലോമീറ്റർ അകലെയുള്ള ഈ ബ്രിട്ടീഷ് ഡിഗോർഡിസിയിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അതിനർത്ഥം ഈ ഉത്തരവുകൾ ഇറാൻ പാലിച്ചില്ല എങ്കിൽ, ഇല്ലെങ്കിൽ ഈ മുന്നറിയിപ്പുകൾ ഇറാൻ അവഗണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആക്രമിക്കും എന്നായിരിക്കാം. ഇപ്പോൾ നിലവിൽ ഹൂത്തികളെ ഇറാൻ സഹായിക്കുന്നതായി തോന്നുന്നില്ല. കാരണം ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ടാമത്, ഈ ആണവ കരാറിൽ പുതിയ ആണവ കരാറിൽ ഒപ്പുവെക്കുന്നതുമായുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഇറാൻ എന്തായിരിക്കും നിലപാടെന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ ഒപ്പുവെക്കുകയാണെങ്കിൽ പോലും ഇറാനെ അത് പിന്നോട്ടടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇറാനിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും. ഏതായാലും അയത്തുള്ള ഖൊമേനി ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.